ഈ ആധുനിക കാലത്തും ഉമ്മ കൊഞ്ചിച്ചു വളർത്തിയ ചില പുതിയ അപ്പളമാരുണ്ടാവും. ഉമ്മക്ക് കുറെ കാലം കഴിഞ്ഞുണ്ടായ കുട്ടിയായിരിക്കും ചിലപ്പോ, അല്ലെങ്കിൽ ഉമ്മക്ക് കുട്ടികളോട് അങ്ങനെ ആയിരിക്കും, ഭയങ്കരമായ ബന്ധമായിരിക്കും. അങ്ങനെ ആ കുട്ടി വലുതാകുന്നു, അവൻ കല്യാണമൊക്കെ കഴിക്കുന്നു. അതിനുശേഷം ഉമ്മാക്ക് അവൻ പഴയ കുട്ടിയാന്നുള്ള ആ ഒരു നൊസ്റ്റാൾജിയ മാറുന്നില്ല. എല്ലാം ഉമ്മാനോട് ചെയ്തിരിക്കണം. ആ 2 ആഴ്ച കഴിഞ്ഞിട്ട് വീട്ടിലേക്കൊന്ന് വരികയാണ് ഈ ഭർത്താവുന്ന ചങ്ങാതി. ഉമ്മാന്റെ ഒപ്പം തന്നെ നിൽക്കണം. ഉമ്മ അപ്പോഴേ അവനോടൊപ്പം യാത്ര തുടങ്ങും. അങ്ങോട്ട് പോകണ്ട് ഇങ്ങോട്ട് പോകണ്ട് പോരും എന്ന് പറഞ്ഞിട്ട്. അപ്രകാരം തന്നെ ജോലി സ്ഥലത്തേക്ക് പോയാൽ കോൾ ചെയ്യേണ്ടത് ഉമ്മനോടാണ്. ഭാര്യനോട് സംസാരിക്കേണ്ടതൊക്കെ ഉമ്മ വഴിയാവണം. അങ്ങനത്തെ ചില മഠയന്മാർ ഈ ലോകത്തുണ്ട്. ഉമ്മാനെ പരമാവധിക്കപ്പുറം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും ഉമ്മയ്ക്ക് വേണ്ടി സേവനം ചെയ്യുകയൊക്കെ വേണം. പക്ഷേ അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോളാകുന്ന ദാമ്പത്യത്തിലും കുടുംബ ബന്ധത്തിലും ഒരു നിലക്കും വിഘ്നം വരാൻ പാടില്ല. ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്നറിയാമോ? ഈ പെണ്ണിന് എല്ലാ അർത്ഥത്തിലുമുള്ള മാനസികമായ സമ്മർദ്ദങ്ങളായിരിക്കും. ഇതിന് ഇതൊരു അസുഖമാണ്, ശരിക്കും മാനസിക രോഗമാണ്. അമിത വൈകാരികമായ ആശ്രയത്വം എന്നാണ് ഇതിനെപ്പറ്റി പറയാം. എന്തും മനോട് അദ്ദേഹം വീട്ടിൽ വന്നിട്ട് 2 ദിവസം മാത്രം നിൽക്കുമ്പോൾ അങ്ങാടി പോകുമ്പോൾ അമ്മ ഞാൻ പോയാലെന്ന് പറയാം. ഉമ്മനോട് അങ്ങനെ പറഞ്ഞോളൂ, പക്ഷെ ആദ്യം അവളോട് പറഞ്ഞിട്ട് പോകണം. ആദ്യം അവളോട് പറയാം ഞാൻ അങ്ങാടി പോയാൽ എനിക്ക് എന്തെങ്കിലും വേണമെന്നൊക്കെ ചോദിക്കുക. എന്നിട്ട് ഇറങ്ങുന്ന സമയത്ത് ഉമ്മ ഞാൻ പോകട്ടോ എന്ന് പറയാം. ഉമ്മനെ മാനിക്കരുത് എന്നാണ്. നന്നായിട്ട് മാനിക്കണം, സ്നേഹിക്കണം, ആദരിക്കണം, ഉമ്മാന്റെ വാക്കുകൾ മുഴുവൻ കേൾക്കണം. പക്ഷെ അത് ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റോളിൽ നമുക്ക് വലിയ തടസ്സങ്ങളാവാൻ പാടില്ല. നമ്മളെ മാത്രം പ്രതീക്ഷിച്ചു വന്നവരാണ് നമ്മുടെ ഭാര്യ എന്ന് പറയുന്ന വ്യക്തിത്വം. അവർക്ക് സ്വയം വ്യക്തിത്വം ഉണ്ട്. അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഇതിന്റെ മുമ്പുണ്ടായിരുന്നു. അവളെ നന്നായിട്ട് മാനിക്കുന്ന സഹോദരന്മാരുണ്ടായിരുന്നു. അവളോട് ഏത് കാര്യവും ചർച്ച ചെയ്യുന്ന ഉമ്മയും വാപ്പയും ഉണ്ടായിരുന്നു. ആ ഒരു വിശാലമായ കൊട്ടാരത്തിലെ രാജകുമാരിയായി വാഴുമ്പോഴാണ് അവർ ഈ ഒരു മമ്മൂട്ടിമ്മക്ക് കല്യാണം കഴിച്ചു വരുന്നത്. പിന്നെ അവർക്ക് യാതൊരു പരിഗണനയും കിട്ടുന്നില്ല. അതുകൊണ്ടുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതി മാനസികാരോഗ്യ പ്രശ്നങ്ങളാണ്. എന്തുകൊണ്ട്? അവഗണിക്കുന്നു എന്ന ശക്തമായ തോന്നലുണ്ടാകും. ഇത് കാരണം ആത്മവിശ്വാസത്തിൽ നല്ല കുറവുണ്ടാകും. ഇതിന്റെ അനുബന്ധമായി ഉത്കണ്ഠയും വിഷാദവും വരും. അന്തമുട്ടിങ്ങനെ ഇരിക്കും. അതോടുകൂടെ രക്തക്കുറവ് സംഭവിക്കും. അതോടുകൂടെ വിവിധങ്ങളായ ആരോഗ്യ പ്രശ്നങ്ങൾ ശാരീരികമായിട്ട് തന്നെ വരും. 4ാമതായി വൈകാരികമായ മരവിപ്പുണ്ടാകും. സെക്സിനെ കുറിച്ചുള്ള മോഹങ്ങളും പ്രതീക്ഷകളും ഒക്കെ തീരും. ചിലപ്പോഴൊക്കെ ഇയാൾക്ക് വേണ്ടിയിട്ട് അതിന് സന്നദ്ധയാകും. പക്ഷെ അവളെ ഏതോ ഒരു ലോകത്തായിരിക്കും. ഇത് നിരന്തരം സംഭവിക്കുമ്പോ തീർച്ചയായും ആ പെണ്ണിൽ സമൂലമായ മാറ്റം ഉണ്ടാകും. അവളുടെ സൗന്ദര്യം കുറയും, അവളുടെ ആരോഗ്യം ക്ഷയിക്കും, അവൾ ഒട്ടിപ്പിടിച്ചൊരു പേക്കോലായിട്ട് മാറും. അതുകൊണ്ട് തന്നെ ഹീമോഗ്ലോബിനൊക്കെ പരിശോധിച്ചാൽ 7ഉം 6ഉം ലെവലിലേക്ക് എത്തിയിട്ടുണ്ടാവും. പ്രസവിക്കണം തന്നെ 13, 14 ആവണമെന്ന് ഡോക്ടർ പറയും. എന്ത് കഴിച്ചാലും അത് ഉള്ളിൽ കൊള്ളൂല, കഴിക്കൂല. ഉമ്മക്ക് സാമ്പത്തികമായ ശ്രദ്ധ കുറച്ച് കൂടുതലാണ്. സപ്പോസ് അപ്പൊ ശമ്പളം കിട്ടിയതൊക്കെ ഉമ്മാന്റെ കയ്യിൽ കൊടുക്കണം. ഉമ്മ ചോദിച്ചു വാങ്ങും. അങ്ങനത്തെ ഒരു കുടുംബത്തെ കുറിച്ച് നേരിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയണം, ഉമ്മ ചോദിച്ചു വാങ്ങും. അപ്പൊ ഈ പെണ്ണിന് ആവശ്യമായ എന്തെങ്കിലും കാര്യങ്ങൾ വാങ്ങാനോ അത് ഉമ്മാനോട് ചോദിച്ച് അന്വേഷിച്ച് ഉമ്മ പ്രാഗി പറഞ്ഞു കൊടുത്തിട്ട് വേണം. എങ്ങനെ ഉണ്ടാവും ആ ഒരു ഭാര്യയാകുന്ന സ്വന്തം വ്യക്തിത്വം പലരും ചേർന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ പെണ്ണിന്റെ അവസ്ഥ എന്തായിരിക്കും? നമ്മുടെ സ്ത്രീകളുടെ ആരോഗ്യത്തെ കുറിച്ച് ഏറ്റവും ശ്രദ്ധ വേണ്ടത് നമ്മളാണ്. എന്താണ് കുറവെന്ന് പരിഹരിക്കണം. അപ്പൊ ബ്ലഡ് കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ആടിന്റെ കരളൊക്കെ മേടിച്ചു കൊടുക്കണം. നല്ല അനാറ് വാങ്ങിയിട്ട് അവർക്ക് കഴിക്കാൻ കൊടുക്കണം. ഈത്തപ്പഴം നല്ല സൈസ് തന്നെ വാങ്ങിയിട്ട് അവരുടെ റൂമിൽ പ്രത്യേകമായി സ്റ്റോർ ചെയ്യണം. നമുക്ക് പറഞ്ഞു മനസ്സിലാക്കണം, ഇങ്ങനെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് അവർക്ക് ഇതൊക്കെ കൊടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു മനസ്സിലാക്കണം.